കാലിക്കറ്റ് സർവകലാശാലയിൽ 2022-ലുണ്ടായ ദുരൂഹ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകി. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ആണ് ഗവർണർക്ക് കത്ത് നൽകിയത്. ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗിക്കുന്നതിലും അന്വേഷണം വേണം എന്ന് ആവശ്യം. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? 2022 ഡിസംബർ 19 കാലിക്കറ്റ് സർവകലാശാലയിലെ സ്വിമ്മിംഗ് പൂളിൽ സർവകലാശാല വിദ്യാർത്ഥിയും അതുപോലെ തന്നെ SFI പ്രവർത്തകനുമായിട്ടുള്ള ഷെഹിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഷെഹിന്റെ കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടായിരുന്നു MSFന്റെ ഒരു പോസ്റ്റ് രംഗത്ത് വന്നത്. അത് പ്രധാനമായി അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. അത് കൃത്യമായിട്ട് അക്കാര്യത്തിൽ ഗവർണർക്ക് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് തന്നെ നിവേദനം നൽകിയിട്ടുണ്ട്. ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് അതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ഇവരുടെ MSF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. കാരണം SFI പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഈ ഒരു വിദ്യാർത്ഥി അന്ന് മരണപ്പെട്ടതിൽ കൃത്യമായിട്ടുള്ള സംശയം അന്ന് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഉന്നയിച്ചതാണ്. എന്നാൽ പോലീസ് ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആരോപണം. പിന്നീട് അതിന്മേൽ അന്വേഷണമോ മറ്റൊന്നും തന്നെ നടന്നിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്ത് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണം കൂടി വന്ന സ്ഥിതിക്ക് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നതാണ് MSFന്റെ ആവശ്യം. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഇതിലും കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാത്രമല്ല, കേരളത്തിലെ അകത്തുള്ള മിക്ക ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട്. അത്തരം ഉപയോഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി ക്യാമ്പസ് തലത്തിൽ ഉണ്ടാകണം എന്നൊരു ആവശ്യം കൂടി MSF ഇതിനോടകം തന്നെ ഉയർത്തുന്നുണ്ട്. PK നവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണ കുറിപ്പ് നൽകിയിട്ടുള്ളത്. ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട്. അനുകൂലമായ നടപടി ലഭിക്കും അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് MSFന്റെ പ്രതീക്ഷ എന്നും നവാസ് പറയുന്നുണ്ട്. രോഹിണി. ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.